സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെ സഹോദരനായിരുന്നു അബൂ ലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബ് നരകത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. സയസ്ലാ നാറൻ ദാത്ത ലഹബ്. പക്ഷെ അവിടെ ബുഖാരിയിൽ ഒരു പരാമർശം കാണുന്നു. അബൂ ലഹബിന് തിങ്കളാഴ്ച ദിവസം നരകത്തിൽ ഒരു സ്പെഷ്യൽ ആനുകൂല്യം. അതെന്താ സ്പെഷ്യൽ ആനുകൂല്യം? അന്ന് അയാൾക്ക് അതാ സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ആ ഹദീസ് വായിച്ചു നോക്കിയേ കാണാം. ഫലമ്മ മാത്ത അബൂ ലഹബ് ഉരിയഹു ബഅദു അഹ്ലിഹി ബിശർരി ഹീവത്തിൻ ഖാല ലഹു മാദാ ലഖീത് ഖാല അബൂ ലഹബ് ലം അൽഖ ബഅദകും ഗൈറ അന്നി സുഖീതു ഫീ ഹാദിഹി ബിഇതാഖതി സുവൈബ. ബുഖാരിയുടെ റിപ്പോർട്ടാണത്. സുവൈബത്തുൽ അസ്ലമിയ എന്ന എൻ്റെ അടിമ സ്ത്രീയെ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സന്തോഷം കൊണ്ട് ഓളെ സ്വതന്ത്രയാക്കിയിരുന്നു. ആ അമലിൻ്റെ ഒരു കരുണ എന്നോളം അല്ലാഹ് എനിക്ക് അന്നൊരു സ്പെഷ്യൽ നിഅമത്ത് തരുന്നുണ്ട് എന്ന് അബൂ ലഹബ് പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഇതെന്തിനാ നമ്മൾ ഉദ്ധരിക്കുന്നത്? നബിദിനാഘോഷം അതാദ്യം തന്നെ നിർവഹിച്ച ആള് അബൂ ലഹബ് ആരാന്ന് മനസ്സിലാക്കണം. മുത്ത് റസൂൽ ആരാന്ന് മനസ്സിലാക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ലഹബ് നബിദിനാഘോഷം എന്നുള്ളവർക്ക് ചെയ്തതല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അബൂ ലഹബ് ആരാന്ന് മനസ്സിലാക്കി അബ്ദുള്ള എന്നവരുടെ സഹോദരൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബൂ ലഹബും. പക്ഷെ അയാൾ റസൂലുള്ളാഹിനെ വിമർശിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നരകത്ത് പോകേണ്ടി വന്നതാണ്. ഈ അബൂ ലഹബ് കഅബന്റെ സമീപത്ത് നിൽക്കുമ്പോഴാണ് ഒരാൾ ഓടി വന്ന് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരൻ അബ്ദുള്ളക്ക് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, നല്ല സുന്ദരനായ ഒരു ആൺകുട്ടിയാണ്. ഇത് കേട്ടപ്പോൾ അയാൾ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞുപോയി. അയാളുടെ അടിമ സ്ത്രീ ആയിരുന്നു സുവൈബ. അടിമ സ്ത്രീ. ഒരടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് വലിയ കാര്യമാണ്. അടിമയെ സ്വതന്ത്രയാക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം ഓടിച്ചെന്ന് ഈ സന്തോഷം കൊണ്ട് അയാൾ പറഞ്ഞുപോയി, സുവൈബ നീ ഇന്നു മുതൽ സ്വതന്ത്രയാണ്, നിന്നെ അടിമത്വത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, എൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി. അപ്പൊ അയാളൊന്ന് സന്തോഷിച്ചല്ലോ. ഇത് കാരണമായി നരകത്തിൽ അയാൾക്ക് ഇളവ് ലഭിക്കുന്നു എന്ന് അദ്ദേഹം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. ബാലമംഗളത്തിലും അതേപോലെ തന്നെ വേറെന്തോ സാധനമുണ്ടല്ലോ കുസുമോ, അതിലൊന്നും വന്നതല്ലത്. ഇത് ബുഖാരിയിൽ വന്ന സംഭവമാണ്. ബുഖാരിയിൽ വന്ന സംഭവമാണിത്. ഈ സംഭവം പറഞ്ഞിട്ട് മൗലവി ഇങ്ങനെ വരകാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് അയാൾ എന്നെ പറയട്ടെ. ഈ സംഭവം കേട്ടോളി. ഒരു കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ പ്രവാചകന്റെ പ്രസവത്തിൽ സന്തോഷിച്ചുകൊണ്ട് റസൂലിന്റെ പിതൃവ്യനായ അബൂ ലഹബ് തന്റെ സുവൈബ എന്ന അടിമയെ മോചിപ്പിച്ചിട്ടുണ്ട്. സുവൈബയെ മോചിപ്പിച്ച കാരണത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച് സുവൈബയെ മോചിപ്പിച്ച കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ തിങ്കളാഴ്ചയും നരകശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച് സുവൈബ എന്ന അടിമയെ മോചിപ്പിച്ചതുകൊണ്ട് തൻ്റെ 2 കൈവിരലുകൾക്കിടയിലൂടെ അബൂ ലഹബിന് എല്ലാ തിങ്കളാഴ്ചയും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, അബൂ ലഹബിന് പോലും അതുകൊണ്ട് സന്തോഷിച്ചപ്പോൾ അള്ളാഹു ഉപകാരം കൊടുത്തെങ്കിൽ നമ്മൾ പ്രവാചകന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ച് ചെയ്താൽ നമുക്ക് എത്രത്തോളം കൂലി ലഭിക്കും എന്നാണ് ഈ ആളുകൾ പറയാറുള്ളത്. സഹോദരന്മാരെ, എന്താണ് ഇതിന്റെ വസ്തുത? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായി ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് സ്വഹീഹുൽ ബുഖാരിയിലാണ്. ആളുകൾ അപ്പൊ അത് സമ്മതിച്ച് കിട്ടി, സ്വഹീഹുൽ ബുഖാരിയിലാണ്. ഇതുകൊണ്ടാണ് മടവൂരികൾ പറഞ്ഞത് ബുഖാരി അങ്ങനെയാണ് സ്വീകരിച്ചുകൂടാ, ചിലതൊക്കെ നോക്കിയിട്ടേ സ്വീകരിക്കാവൂ. ഇവരിപ്പോൾ അതിലേക്കാണ് ഇവിടെ വന്ന് പോയത്. ബുഖാരിയിലെ നേരെ ഹദീസല്ല, അനുബന്ധമായി പറഞ്ഞതാണ്. ഇതാണ് തഅലീഖാത്തിൽപ്പെട്ടതാണ്. ബുഖാരി ഹദീസായി ഉദ്ധരിച്ച് അപ്പൊ ബുഖാരിയിലും ചിലതൊക്കെ ദഈഫ് ഉണ്ടെന്ന് വിസ്ലം മുജാഹിദിനും അഭിപ്രായം ഉണ്ടോ? ബുഖാരി ഇമാമ് ആ പറഞ്ഞതിനെ കുറിച്ച് ഇമാമിങ്ങൾ എന്തു പറഞ്ഞു എന്ന് പറയൂ മൗലവിമാരെ. നിങ്ങളെ ഗവേഷണം അവിടെ വിടി. തഅലീഖാത്തുൽ ബുഖാരി, ബുഖാരിയുടെ അനുബന്ധം പോലും സ്വഹീഹാണ്
എന്നതാണ് ഉലമാഇന്റെ ഭാഷ. അബൂലഹബിന് വെള്ളം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ ഇമാമീങ്ങൾ എന്ത് പറഞ്ഞു? അതാ ഇനി നമ്മൾ നോക്കേണ്ടത്. ഇവർക്ക് പേടി എന്താ അറിയോ? അല്ലാഹ് പറഞ്ഞില്ലേ മുശ്രിക്കീങ്ങളായ ആളുകളൊക്കെ നരകത്തിലാണ്, അവർക്ക് ശിക്ഷ ഇളവ് ചെയ്യപ്പെടൂല. പിന്നെ എങ്ങനെ ഇതുണ്ടായി എന്നാ മൗലവിന്റെ സംശയം. അതിനാ മൗലവി ഇസ്തിസ്ന എന്ന് പറയുന്നത്. ഇസ്തിസ്ന മനസ്സിലായില്ലെങ്കിൽ കുറ്റ്യാടി പോകുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഇസ്തിസ്ന എന്ന് പറയും, അതായത് മാമിൻ ആമിൻ ഇല്ലാ വഖദ് ഹുസ്സാനാണ്. ഒരു പൊതുവായ നിയമം പറയുമ്പോൾ ആ നിയമത്തിൽ നിന്ന് ചിലപ്പോൾ തഖ്സീസ് ചെയ്യും, ആയത്തിനെ ഹദീസ് കൊണ്ട് തഖ്സീസ് ചെയ്യും. അപ്പോൾ മുശ്രിക്കീങ്ങളുടെ അവസ്ഥ തന്നെ തർക്കല്ല. പക്ഷെ അബൂലഹബ് അങ്ങനെ ഒരു സന്തോഷിച്ചത് കൊണ്ട് ആ ഒരു സമയത്ത് അവൻ അതിൽ നിന്ന് ഇളവുണ്ട്. അതാണ് ഇസ്തിസ്ന എന്നറിയുന്നത്, അതാ തഖ്സീസ് എന്നറിയുന്നത്. അതല്ലേ അബൂലഹബിനെ പ്രത്യേകം പറയേണ്ടി വന്ന്. എല്ലാവർക്കും ഈ ഇളവുണ്ടെങ്കിൽ ഓനെ പ്രത്യേകം പറയൂലല്ലോ. അപ്പൊ ഇനി ഇമാമിങ്ങൾ എന്താ പറയുന്നത് നോക്കിക്കോളൂ. മഹാനരായ ഇമാം അൽ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി, ഇമാം സുയൂത്തി ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച് ഹാഫിദ് എന്ന മർത്തബയിലെത്തിയ മഹാൻ, ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, മൂപ്പര മുൻഗാമിയായ ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ടാ പറയുന്നത്. കൊടുക്കുന്നുണ്ട്. ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ട് അബൂലഹബുമായി ബന്ധപ്പെട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് പറയുന്നത് കണ്ടോളൂ. അതാ നമ്മൾ നോക്കേണ്ടത്. ഒരു ഹദീസ് വിശദീകരിച്ചാൽ അത് മുൻഗാമികളായ ഇമാമിയങ്ങൾ കിതാബിൽ അതിനെക്കുറിച്ച് എന്തു പറഞ്ഞു,
മൂപ്പര് പറയാണ്, ഇമാം സുയൂത്തി തങ്ങൾ, ثم رأيت إمام القراء الحافظ شمس الدين بن الجزري, ഖാരിഈങ്ങളുടെ ഇമാമായി അറിയപ്പെടുന്ന ശംസുദ്ദീൻ ഇബ്നുൽ ജസരി തങ്ങൾ അവരുടെ കിതാബിൽ ഇപ്രകാരം പറയുന്നു. എന്താ പറയുന്നത്? അബൂലഹബിനെ സംബന്ധിച്ച് പറയാണ്, ഖദ് റുഇയ അബൂലഹബ് ബഅദ മൗതിഹി ഫിന്നൗം ഫഖീല ലഹു മാ ഹാലുക് ഫഖാല ഫിന്നാർ ഇല്ലാ അന്നഹു യുഖഫഫു അന്നി കുല്ല ലൈലത്തി ഇസ്നൈൻ വഅമുസ്സു മിൻ ബൈനി ഇസ്ബഅയ്യ മാഅൻ. കണ്ടോ നിങ്ങൾ, അബൂലഹബ് പറഞ്ഞു കൊടുക്കാണ്, ഞാൻ വലിയ ശിക്ഷയിലാണ്. മരണത്തിന് ശേഷം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണ് അയാള്. പക്ഷേ തിങ്കളാഴ്ച ദിവസം എൻ്റെ വിരലിൽ നിന്ന് എനിക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ട്. വലിയ ആശ്വാസമുള്ളത് നരകത്തിലത്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ജസരി ഇമാം പറയുന്നത് ഇമാം ഹാഫിദ് തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഹാഫിദ് സുയൂത്തി ഫൈദാ കാന അബൂലഹബ്, അതാണ് ആലിമിന്റെ വിശദീകരണം. ഇമാമിങ്ങൾ പറഞ്ഞത് ഫൈദാ കാന അബൂലഹബ് അൽ കാഫിർ അല്ലദീ നസലൽ ഖുർആനു ബിദമ്മിഹി, ഖുർആൻ തന്നെ നേരിട്ട് ആക്ഷേപിച്ച അബൂലഹബ്, അല്ലാഹ് തന്നെ അവനെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറക്കി, പേരെന്നെ എടുത്തു പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചുപോയി, അബൂലഹബ് നരകത്തിലാണ് എന്ന് അല്ലാഹ് തന്നെ പറഞ്ഞ അബൂലഹബ് ജൂസിയ ഫിന്നാർ, നരകത്തിൽ അവന് പ്രതിഫലമായി കിട്ടുന്നു. ബിഫറഹിഹി ലൈലത്ത മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്. എന്നിട്ട് ഇമാം ജസരി ചോദിക്കുക, ഫമാ ഹാലുൽ മുസ്ലിം അൽ മുവഹിദ് മിൻ ഉമ്മത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസുറു ബിമൗലിദിഹി, മൗലിദ് കൊണ്ട് സന്തോഷിക്കുന്ന മുസ്ലിമായ മുവഹിദായ ഈമാനുള്ള ആളുകൾക്ക് എന്തൊക്കെ കിട്ടും? ഇമാം ജസരി തങ്ങൾ ചോദിക്കുകയാണ്. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അത് എടുത്തുദ്ധരിക്കുകയാണ്. ഈമാനില്ലാതെ അവൻ കാഫിറാണെന്നും നരകത്തിലാണെന്നും അല്ലാഹ് പറഞ്ഞ ആ ഒരു വലിയ അപകടത്തിലുള്ള ഓനെന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു നല്ല സുന്നി ചെയ്താൽ എന്താവും അവന് കിട്ടുക? ലഅംരി ഇന്നമാ യകൂനു ജസാഉഹു മിനല്ലാഹ് അൻ യുദ്ഖിലഹു ബിഫദ്ലിഹി ജന്നാത്തിൻ നഈം. സംശയിക്കണ്ട, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ ഒരു മുസ്ലിം സന്തോഷിച്ചാൽ അവൻ അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കലാണ്. ഇമാം സുയൂത്തി തങ്ങൾ എഴുതിയ അൽ ഹാവിയിൽ ആരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഹാഫിദ് ജസരി റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് എഴുതി, ഇനി ശംസുദ്ദീൻ ഇബ്നു നാസിറുദ്ദീൻ ദിമഷ്കിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? നമ്മൾ റദ്ദുൽ വാഫിറിന്റെ ആള് നാസിറുദ്ദീൻ ദിമഷ്കി, ഹിജറ 842 വഫാത്ത്. 842 വഫാത്ത്. ആ നാസിറുദ്ദീൻ ദിമഷ്കി, അവർ ഇബ്നു നാസിറുദ്ദീൻ ദിമഷ്കിക്ക് മൗലിദു സ്വാദി ഫി മൗലിദിൽ ഹാദി എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തൊക്കെ അൽ ഹാവിയിലുണ്ട്. ദൊക്കെ അൽ ഹാവിയിൽ ഫതാവയിൽ ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് പറയാ കേട്ടോ, ഫഖദ് സ്വഹ. ബിസ്രം മുജാഹിദുകൾ ചെവിടോർത്ത് കേൾക്കണം, ഈ മൗലവിങ്ങളെ പറ്റിച്ചതാണ്. ബുഖാരി അനുബന്ധം പറഞ്ഞത് സ്വഹീഹല്ല എന്നാ മൗലവി. നാസിറുദ്ദീൻ ദിമഷ്കി പറയാണ്, ഖദ് സ്വഹ, സ്വഹീഹായി വന്നിട്ടുണ്ട്, അന്ന അബാലഹബ് യുഖഫഫു അൻഹു അദാബുൻ നാർ ഫീ മിസ്ലി യൗമിൽ ഇസ്നൈൻ. തിങ്കളാഴ്ച ദിവസം ഒക്കെ, ഒരു തിങ്കളാഴ്ച അല്ലത്, എല്ലാ തിങ്കളാഴ്ചയും. അപ്പൊ എത്ര വലിയ സംഭവം അവന് കിട്ടിയത്. എന്നിട്ട് മൂപ്പര് പാടുകയാണ്, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബി അഹ്മദാ ഫമൽ ظن بالعبد الذي طول عمره
بأحمد مسرورا ومات موحدا. നാസിറുദ്ദീൻ ദിമസ്കിയുടെ പാട്ടാണത്. ഹിജ്റ 800 കാലം എത്രയായി കൂട്ടുകാരെ? എന്താ മഹാൻ പറയുന്നത്? ഇസ്ലാം സ്വീകരിക്കാതെ കുഫറിലായി മൗത്തായി നരകത്തിലാണെന്ന് അല്ല തന്നെ പറഞ്ഞ ആളുടെ കാര്യത്തിൽ പോലും വെള്ളിയാഴ്ച തിങ്കളാഴ്ച ദിവസം നിത്യമായി അയാൾക്ക് വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ച മുവഹിദായ മുഅ്മിനായ മുസ്ലിമായ സുന്നിയായ ആൾ എന്തൊക്കെ മഹത്വമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇമാമിയങ്ങൾ ഇങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത്. അത് സ്വഹീഹാണെന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് ഇത് മനസ്സിലാക്കണമെന്നാണ് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത്.